ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ RG വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗേസ് നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ, ഇക്ക വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇക്ക എന്ത് ചെയ്യുന്നു, ഹസ്ബൻഡ് ഇല്ലേന്നൊക്കെ. അപ്പം എന്തായാലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ, അതാണ് ഇക്ക. പിന്നെ ഇക്കയുടെ ഇപ്പോൾ ഇക്ക ഇവിടെ ഇല്ല, ഞാൻ ജുമാനായി മാത്രമേ ഉള്ളൂ. ഇക്കായും മോനും കൂടി ഇക്കയുടെ വീട്ടിൽ പോയേക്കുന്നു. അപ്പോൾ ഞാനും മോനും മാത്രമേ ഉള്ളൂ, ഞാനും മോളും ജുമാനായി മാത്രമേ ഉള്ളൂ. അക്കു ഇവിടെ ഇല്ല. അക്കു എക്സാം കഴിഞ്ഞിട്ട് നിജാസിൻ്റെയും ചക്കരയുടെയും കൂടെയാണ് അവിടെ പോയിട്ടുണ്ട്, നിജാസിൻ്റെ വീട്ടിൽ. അപ്പം ഇന്നലെ അവരെല്ലാവരും കൂടി ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവരെ കൂടെ അക്കു പോയേക്കാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞ് ഇപ്പം ഓണം വെക്കേഷനൊക്കെ ആയല്ലോ, ഓണവധി ആയല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നിൽക്കാമെന്ന് പറഞ്ഞൊക്കെ പോയതാണ്. പിന്നെ ഞാനും ജുമാനായി റയാനും ഇക്കായി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പം അവരാരും ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. ഇൻഷാ അല്ലാഹ് ഇക്ക വരുമ്പോഴത്തേക്ക് എന്തായാലും ഞാൻ വീഡിയോ എടുക്കാം. പിന്നെ അതാ എന്താണ്, അപ്പോഴേ എല്ലാവരും ഇക്കയെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഒരുപാട് പേര് വീഡിയോസിലൊക്കെ ചോദിക്കാറുണ്ട് ഇക്ക ഇല്ലേ, ഇക്ക എവിടാ എന്നൊക്കെ. അപ്പോഴേക്കും എന്താണ് ഞാൻ ഉണ്ടെന്നൊക്കെ പറയെങ്കിലും വീണ്ടും വീണ്ടും ഒരുപാട് പേര് കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എവിടെയാ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആൾ ദുബൈയിലാണ്, അവിടെ ഒരു കമ്പനിയിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് വീഡിയോയിൽ. ഇനിയുള്ള വീഡിയോസിലൊക്കെ ഉണ്ടാവും, എന്നാൽ അങ്ങനെ ഉണ്ടാവത്തൊന്നുമില്ല, കാരണം അത്ര വീഡിയോയിലൊന്നും അങ്ങനെ നിൽക്കത്തൊന്നുമില്ല. അപ്പം ചെറിയ ചെറിയ വീഡിയോസിലൊക്കെ എന്തായാലും ഇൻഷാ അല്ലാഹ് കാണും. അങ്ങനെ വീഡിയോയിലൊന്നും നിൽക്കുന്നതൊക്കെ എന്താണ്, ഒരു ചമ്മലാണ് ആളിന്, ഒരു എന്തോ പോലെയാണ്, എടുത്ത് ശീലമില്ലല്ലോ അങ്ങനെ നിന്നിട്ടൊന്നും, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും ഇനി ഉൾപ്പെടുത്താൻ നോക്കാം വീഡിയോസിലൊക്കെ. അങ്ങനെ ഗേസ് നമ്മളെ മുറ്റത്തെ കാടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ, നല്ല കാടായിരുന്നു. അപ്പം കാട് കഴിയുന്ന മരുന്ന് വാങ്ങിച്ചടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടിട്ടാണ് കാടെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഗേസ് രാവിലെയാണിപ്പോൾ. അപ്പോൾ നമ്മളൊക്കെ കട വീട്ടിൽ പോയിട്ടൊക്കെ വന്നു. പിന്നെ അതാ ജുമാനായും റയാനും കൂടി സ്കൂളിൽ ഓണപ്പരിപാടിക്ക് പോകാനായിട്ട് റെഡി ചെയ്യണം. അവരുടെ സ്കൂളിൽ ഓണാഘോഷവും പിന്നെ ഓണസദ്യയൊക്കെയാണ്. അപ്പോൾ പോകാനായിട്ടൊക്കെ അവരിങ്ങനെ റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. അക്കു ഇവിടെ ഇല്ല, അക്കു നിജാസിൻ്റെയും ചക്കരയുടെയും വീട്ടിലാണ്, അവിടെ പോയിക്കാണ് ഓണാവധി ആയതുകൊണ്ടിട്ട്. അപ്പോൾ അവർക്ക് ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞു സ്കൂളിൽ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഇന്നാണ്. അപ്പം അവർ പോകാനായിട്ടൊക്കെ റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. അങ്ങനെ അവരിതാ റെഡി ആയിട്ടുണ്ട്, ജുമാനായും റയാനും. അപ്പോൾ ഇതാ ചായ കുടിക്കുന്നതിന് പോകാനായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരിതാ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുളകും ഉള്ളിയും കൂടി ഇട്ടൊരു സലാഡും, അതുപോലെ മീൻ പുളിയും, പിന്നെ നമ്മുടെ കപ്പയും പുഴുങ്ങിയതാണ് അപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ പുഴുങ്ങിയതും മീൻ പുളിയും. അപ്പോൾ ആളിന് ഇതൊക്കെയാണ് ഇഷ്ടം. അപ്പം എന്തായാലും വിചാരിച്ച് രാവിലെ തന്നെ അതുണ്ടാക്കാമെന്ന് സ്പെഷ്യൽ. അപ്പം മീൻ മുളകിട്ട് വറ്റിച്ച് അതും ഉണ്ടാക്കണം, പിന്നെ കപ്പയും പുഴുങ്ങണമായിരുന്നു. അപ്പോൾ ഞാൻ എന്താ മുളക് കറി ഉണ്ടാക്കാനായിട്ട് പോകും, മീൻ പുളി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല കുടംപുളിയൊക്കെ ഇട്ടാണ് വയ്ക്കുന്നത്. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഇനി അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ബാക്കി ഉള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവ ഒന്ന് ചൂടായി പൊട്ടി വന്നതിന് ശേഷമായിരിക്കും ബാക്കി നമ്മൾ ഉള്ളിയും സവാളയൊക്കെ ഇടുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉലുവ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളി തക്കാളി എല്ലാം കൂടി ഇടാം. അപ്പോൾ തക്കാളി, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടിയാണ് ഇടുന്നത്. സവാള എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പിടിക്കാനായിട്ട് ഞാൻ ഒറ്റ കൈ കൊണ്ട് വീഡിയോ പിടിക്കുന്നു, ഒരു കൈ കൊണ്ട് കുക്ക് ചെയ്യുന്നു, അതാണ് സംഭവം. അപ്പോൾ ഇതാ ഉള്ളിയും കറിവേപ്പിലയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നന്നായിട്ട് വഴണ്ട് വെന്ത് വന്നതിന് ശേഷം മസാലപ്പൊടി എല്ലാം ഇടണം. പിന്നെ കുടംപുളിയൊക്കെ ഇട്ടിടാം, മീൻ ഇടാം. അപ്പോൾ ഞാൻ എന്താ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്, കുടംപുളിയൊക്കെ ഇട്ട് നമ്മൾ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല വറ്റി വരാറായിട്ടുണ്ട്. പിന്നെ നമ്മൾ കപ്പ പുഴുങ്ങിയിട്ടുണ്ട്. കപ്പ പുഴുങ്ങിയതാ ഇതിപ്പോൾ കടുക് വറുത്തിട്ടുണ്ട്. അപ്പോൾ വറ്റൽ മുളക് ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ടിട്ടില്ല, അതുകൂടി ഇട്ടാൽ നല്ലതായിരിക്കും.
അപ്പോൾ ഞാൻ കപ്പ കടുവറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിയും മുളകും കൂടി വെച്ചിട്ടൊരു സലാഡ് ഉണ്ടാക്കിയാണ്. സംഭവം അടിപൊളി ടേസ്റ്റാണ്. നല്ല എരിവുള്ള കാന്താരി മുളകും ഉള്ളിയും കൂടി മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇടണം. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കത് നല്ല കട്ട തൈരുണ്ടല്ലോ, കുറച്ച് അതും കൂടി ഒന്ന് ഒഴിച്ചിടണം. അപ്പോൾ എരിവ് ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ നല്ല കട്ട പുളിപ്പില്ലാത്ത തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. ദോശയ്ക്കായാലും കപ്പ പുഴുങ്ങുന്നതിനായാലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ നമ്മുടെ മുളകും ഉള്ളിയും കൂടി സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കട്ട തൈര് കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. സംഭവം അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഗെയ്സ് നമ്മുടെ മുളക് സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ പുഴുങ്ങിയതും മീൻ പുളിയും മുളക് സലാഡും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിക്കണം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.